ഒരു നല്ല വാർത്തയിലേക്കാണ്, ഒരു പോസിറ്റീവ് വാർത്തയിലേക്കാണ്. അതേസമയം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ്. നിങ്ങൾ ന്യൂസ് 18 പാഠം 4 എന്ന പരിപാടിയിലൂടെ വൈറലായ നിഖിൽ എന്ന ചേട്ടനെയും ഓട്ടിസം ബാധിച്ച അനിയൻ അപ്പുവിനെയും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നറിയാം. ഒരുപാട് പേർ അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഞങ്ങളോട് തന്നെ നടത്തിയിരുന്നു. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അവരുടെ വീടിന്റെ അന്തരീക്ഷം എന്താണ് എന്നൊക്കെ ഞങ്ങളോട് ഒരുപാട് പേർ ചോദിച്ചിരുന്നു. ചേട്ടന്റെ സ്കൂളിൽ പോയാണ് ആ വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയത്. അനുജൻ ഓട്ടിസ്റ്റിക് ആണ് എന്നും അമ്മയ്ക്ക് സുഖമില്ല എന്നും അവരെ രണ്ടുപേരെയും ഞങ്ങളാണ് നോക്കുന്നതെന്നും ഒക്കെ അന്ന് നിഖിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഒരുപാട് പേർ ഏറ്റെടുത്തു. നിഖിലിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ അന്വേഷണമുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് അനിയനെ തേടി, ചേട്ടനെ തേടി ഞങ്ങൾ തിരുവനന്തപുരത്തെ നിഖിലിന്റെ വീട്ടിലെത്തിയിരുന്നു. കേട്ടതിലും ഏറെ ദുരിതപൂർണമാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം. പക്ഷെ അവൻ വളരെ പോസിറ്റീവാണ് എന്നുള്ളതാണ് വളരെ വലിയ പ്രത്യേകത. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പോൾ അസുഖങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാനോ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എൻ്റെ ജീവിതം ഇതാണ്. അവനെ നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അതിൻ്റെ കൂടെ പഠിത്തം. എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം എന്താ പറയുക, സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് എന്ന് പറയാനൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ, അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും നിങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ നിഖിലിൻ്റെ സെൻറ്റ് തോമസ് സ്കൂളിൽ +2 പഠിക്കുന്ന നിഖിലിൻ്റെ വീഡിയോ. അനിയൻ ഓട്ടിസ്റ്റിക് ആണ്, അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്. അനിയനെയും അമ്മയും നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നിഖിലാണ്. പക്ഷെ അവനത് പറഞ്ഞത് അത്രയും പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ വീട്ടിലെ നിഖിൽ എന്താണെന്ന് അറിയണം. അതുപോലെ അനിയൻ അപ്പുവിനെ കാണണം, അമ്മയും കാണണം. കേറാം. അപ്പൊ ഇതാണ് നമ്മുടെ നിഖിൽ, ഇത്രയും വൈറലായ നിഖിൽ. വൈറലായത് നിഖിലിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, പക്ഷെ അവന്റെ പോസിറ്റീവ് കണ്ടിട്ടാണ്. ഇത് നിഖിലിനെ കാട്ടി ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവാം, ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ നിഖിലിന്റെ ആ പോസിറ്റിവിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഓടുന്ന കണ്ടില്ലേ വൈറലായിട്ട്. നമുക്ക് അകത്തോട്ട് പോയാലോ? അപ്പു അവിടെ ഉണ്ട്. അപ്പൊ അപ്പുവിനെ നേരത്തെ പരിചയപ്പെടുത്തി. അന്ന് നമ്മളെല്ലാവരും അപ്പുവിനൊരു ഹായ് ഒക്കെ പറഞ്ഞാണ്. അപ്പു കിടക്കുവാണ്. ഹലോ അപ്പു, ഹലോ ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. കുഴപ്പമില്ല. ഓക്കെ നിഖിലേ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒത്തിരി വിളിയൊക്കെ വന്നെന്ന് അറിഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് എന്ന് പറയാനാ ഭയങ്കര സന്തോഷം. കാര്യം ഒരുപാട് പേര് സഹായിക്കാനും ഇപ്പം നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ആരും സഹായിക്കാറോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഇപ്പോഴതാ ഇപ്പൊ നിങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ചതേ ഉള്ളൂ. 2-3 പേര്. എഴുന്നേറ്റ് നോക്കിയോ. അപ്പൊ ഇതാണ് നിഖിലും അപ്പും തമ്മിലുള്ളൊരിത്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അപ്പു. എടാ, ഇവിടെ നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും കുറെ അത്ഭുതമാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ട് ആൾക്കാർക്ക് കാണിച്ചും കൂടി കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ സ്കൂളിൽ യൂണിഫോമിലേ കണ്ടുള്ളൂ നിഖിലിനെ. ഇവിടെ വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം അമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി വന്നതേ ഉള്ളൂ. നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് ഇവന് ഫുഡും കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പുവിന് ഭക്ഷണം അപ്പു തന്നെ കഴിക്കുമോ? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അതായത് വാരി കൊടുക്കണം. അല്ലാതെ കഴിക്കില്ല. വേറെ എന്തൊക്കെയാ അപ്പുവിന് വേണ്ടി ചെയ്യേണ്ടി വരിക? അപ്പുവിന് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അവനെ കിടത്തുന്നതും അവന് ആഹാരം കൊടുക്കുക, എല്ലാം സകലമായ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കൊന്നൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അപ്പുവിനെ നോക്കണം അല്ലേ? ഒരു കിടക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ അപ്പുവിനെ നോക്കണം. ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ്. അപ്പു എന്ത് ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്.
ഈ അതല്ലാതെ അപ്പുവിന്റെ കാര്യങ്ങളല്ലാതെ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും വയ്യ. അപ്പൊ അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളൂ? അമ്മ ഫുഡൊക്കെ അമ്മ കഴിച്ചോളും. ബട്ട് അമ്മയ്ക്ക് ഈ സ്ലഗി മൂവ്മെന്റ്സ് ആണ്, അതായത് ഇപ്പം ഇത്തിരി വിറയലും കാര്യങ്ങളും, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ എല്ലാം പതുക്കെ ചെയ്യാൻ പറ്റും, ഒരു സ്പീഡില്ല ഒന്നിനും. അതാണ് ഈ അമ്മയ്ക്ക് ഇങ്ങനെ അവസ്ഥ വന്നിട്ട് എത്ര കാലമായി? ഇപ്പൊ ഓൾമോസ്റ്റ് 2 വർഷം. 2 വർഷം. ആ 2 വർഷമാണ് മോന്റെ. ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചത് ഇപ്പോൾ ഒരു 4 months ബാക്ക്, 4 or 3 months ബാക്കാണ് കണ്ടുപിടിച്ചത് സ്കാൻ ചെയ്ത്. പക്ഷേ 2 വർഷം മുമ്പേ ഇത് സംഭവം ഉണ്ടായിരുന്നു, ഞങ്ങളിത് അറിഞ്ഞില്ല. അമ്മയ്ക്ക് തളർച്ചയും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വിറയിലും ഈ എണീക്കാൻ പ്രയാസം, അങ്ങനെ ഉണ്ടായിരുന്നു. കണ്ടുപിടിച്ചത് ഇപ്പം കുറച്ച് നാൾക്ക് മുമ്പാണ്. അപ്പൊ അങ്ങനെ ഇനി അമ്മയ്ക്ക് ഇനി അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും? അതോ അതിനു മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ അതിനു മുമ്പേ ചെയ്യും, അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തല്ലേ പറ്റും, ചെയ്യും. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് ഒട്ടും വയ്യാതായപ്പം എല്ലാം സകലമാനവും ഞാൻ തന്നെ ചെയ്തു. പക്ഷെ അല്ല, ഞാൻ ഒരു കാര്യം ഇവിടെ എല്ലാവർക്കും ഭയങ്കര സംശയമാണ്, എല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഈ പ്രായത്തിലെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഷൂസും സോക്സും ഒക്കെ വലിച്ചെറിഞ്ഞ് നേരെ പോയി ടി വിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് പഠിക്കാനുള്ളത് പഠിച്ച് അത് മാത്രം ചെയ്യുന്ന ഒരു പ്രായമാണ്. പക്ഷെ ആ സമയത്ത് മോൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അത് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ഈ സ്മൈൽ, ഇതാണ് എനിക്ക് ശരിക്കും ഈ സ്മൈലാണ് അങ്ങോട്ടേക്ക് എന്നെ എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഇരിപ്പ് തന്നെയുള്ളൂ അതോ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഓടും ചാടും എല്ലാം ചെയ്യും. ഞാൻ ചോദിച്ചല്ല, കുസൃതി വേറെ? ഹൈപ്പറാണ് ഭയങ്കര, എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പർ ആയിരുന്നു മുൻപ്, ഇപ്പൊ അത്ര ഹൈപ്പല്ല. മറ്റേ പണ്ടെന്ന് പറയുന്നത് ഇതില്ല, ഇത് പണ്ടില്ലായിരുന്നു ഈ മിണ്ടായിരിപ്പ്, എപ്പോ നോക്കിയാലും എഴിച്ച് ഓടി നടപ്പ്. ഇതിപ്പം ഇവനിപ്പോ ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഉണ്ടെന്ന് അവൻ അറിയാം, അവൻ മര്യാദയായിട്ട് ഇരിക്കുന്നു. അങ്ങനത്തെ ഒരു അപ്പൊ ഈ ഒരു എത്ര വയസ്സുണ്ട് ഇവനോ? എനിക്ക് 18. 18 അടുക്കള നമുക്കൊന്ന് കണ്ടാലോ? പോയാലോ? ക്ലീൻ അല്ല, അയ്യോ ഞങ്ങളുടെയൊക്കെ കാണണം, അതിലും ഭേദമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാം. പോയാലോ? അപ്പൊ ഇവിടെ ഇരുന്നോട്ടെ. ഇതാണ് അപ്പൊ നമ്മുടെ ലോകം, നമ്മുടെ അടുക്കള. അപ്പൊ ഇവിടെ രാത്രി വൈകുന്നേരം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പ്ലാൻ? എന്താ ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയട്ടെ, ഈ വൃത്തിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് പോലും ഇല്ല, എൻ്റെ അതിനകത്ത് പോലും ഇല്ല. അതുകൊണ്ട് അത് പേടിക്കണ്ട, പറയും. നമുക്ക് സമയം കിട്ടാറില്ലല്ലോ, നമ്മൾ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു അല്ല, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയത്തല്ലേ ഉള്ളൂ. അപ്പൊ എന്താ ഇന്ന് വൈകുന്നേരത്തെ പ്ലാൻ? എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് വൈകുന്നേരം എന്താണ് പറ്റുന്ന അത് ചെയ്യും. ഇപ്പൊ ചോറുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കറികളോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളൊരു. അതൊന്നും നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലല്ലേ, ഈ ഭക്ഷണം എന്താവണം എന്നൊക്കെ ഉള്ളത്? അല്ലല്ല, ഇല്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. നമുക്ക് വയറിലെ വിശപ്പ് മാറ്റിയാ പോരെ, എന്റെ ആവശ്യമുള്ളൂ. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഏറ്റവും? നോൺ വെജ് പ്രേമിയാണ്, എനിക്ക് നോൺ വെജ് ജീവനാ. പക്ഷെ നമുക്ക് പൈസയില്ല, എല്ലാം വാങ്ങിക്കാൻ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം മോസ്റ്റ്ലി അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കാം. ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കതിപ്പോൾ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം, ഇവരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം, എൻ്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ പോരല്ലോ. അപ്പം നമ്മൾ 3 പേർക്കും എന്താണ് വേണ്ടത് അത് കഴിക്കും. എന്താ ഏറ്റവും ഇഷ്ടമെന്നൊന്ന് പറഞ്ഞേ. ഇഷ്ടമെന്ന് പറയാനായിട്ടാണെങ്കിൽ ബിരിയാണി. എന്ത് ബിരിയാണി? ഏതായാലും നോൺ വെജ് എന്തായാലും. നോൺ വെജ് എന്തായാലും അത് ബിരിയാണി എന്ന് പറയുന്നത് ഫേവററ്റ് ആണ്, പക്ഷെ എന്തായാലും ഞാൻ കഴിക്കും. നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. ഇതടി നിങ്ങൾക്ക് കാണാൻ എക്സസൈസ് ഒന്നും ഇല്ലല്ലേ? ഒന്നുമില്ല, അത്രേ ഉള്ളൂ. ഇവിടെ പഠിക്കാനേ സമയമില്ല, പിന്നെ എക്സസൈസ് ഒക്കെ എങ്ങനെ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സമയം ചുറ്റിത്തിരിയണ്ട, നമുക്ക് അമ്മയും കൂടെ ഒന്ന് കാണണം. അമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ ഭയങ്കര മോന്റെ കാര്യത്തിൽ ഏറ്റവും ഇതിനെക്കാട്ടി കഷ്ടപ്പാടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവന്റെ പോസിറ്റീവ്, അവന്റെ സ്മൈൽ, അവനത് പറഞ്ഞ രീതി, അതൊക്കെയാണ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പൊ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്ത് നന്നായിട്ടാ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കമന്റ്സ് ഒക്കെ അമ്മ വായിച്ചു കാണുമല്ലോ, എന്താ തോന്നിയേ? എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നി എൻ്റെ മോനെ കൊണ്ട്. ലൈക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. ഞാൻ പുണ്യം ചെയ്യണം എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്. പിന്നെ അവന് പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം, അപ്പൂനെയും നോക്കണം. അതിൻ്റെ ഇതിൽ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട്. കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം.
അപ്പോൾ എപ്പോഴും അവനോട് പറയും മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാവും. അപ്പം ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും ഈ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അമ്മ ആദ്യം അപ്പൊ ഇങ്ങനെ അവൻ ഒറ്റയ്ക്കാവുമ്പോ, അതായത് ഇങ്ങനെ ഒറ്റയ്ക്കൊരു ഈ ഭാരം എല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പൊ ഒന്നും ഒട്ടും പതറിയില്ല? ഇങ്ങനെ തന്നെ ഈ സ്മൈൽ അപ്പോഴും ഉണ്ടായിരുന്നു? ഈ സ്മൈൽ എപ്പോഴും ഉണ്ട് മോളെ, എപ്പോഴും ചിരിച്ചിട്ടിരിക്കും. അവന്റെ ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അറിയാം എപ്പോഴും സ്മൈലാ. ഞാൻ അവന് കരഞ്ഞ് കണ്ടിട്ടില്ല, വിഷമിച്ച് കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കും നിനക്ക് കരച്ചിലൊന്നും വരത്തില്ല എന്ന് ചോദിക്കും. അപ്പൊ എന്നിട്ട് അപ്പോഴും എന്റെ അമ്മ എന്റെ അടുത്ത് പറയും നിനക്ക് എന്തോ ഫീലിങ്സ് ഒന്നുമില്ലേ? വികാരമൊന്നുമില്ല. ഞാൻ കാരണം എപ്പോഴും അവന്റെ ഏത് ഫോട്ടോ നോക്കിയാലും ഇവരുടെ മുമ്പിൽ അല്ലെന്നേ റൂമിൽ പോയിരുന്നു. അപ്പൊ ഏത് ഫോട്ടോ നോക്കിയാലും ചിരിച്ചിട്ടേ ആയിരിക്കുന്നത്, എപ്പോഴും ഒരു പ്ലസന്റ് സ്മൈലിലായിരിക്കുന്നത്. കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെയാണോ? കൊച്ചിലെ തൊട്ടേ അങ്ങനെ, കൊച്ചിലെ തൊട്ടേ. മോനെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു കുഞ്ഞാണെന്നുള്ളൊരു കാര്യമൊക്കെ അവൻ അക്സെപ്റ്റ് ചെയ്തത് അതൊക്കെ ഓർക്കുന്നുണ്ടാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നെന്നുള്ള ഒരു തോന്നൽ അവന്. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അവന് ഇങ്ങനെ വൈകല്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവന് കൂടുതൽ ടൈം കൊടുക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ അവന് മനസ്സിലായി. ഇപ്പോൾ അവൻ്റെ കൂടെ കിടക്കുന്നതും ഉറങ്ങുന്നതും കുളിപ്പിക്കുന്നതും കഴിപ്പിക്കുന്നതും എല്ലാം അവൻ തന്നെയാണ്. എനിക്ക് റോളില്ല. അപ്പോൾ എന്നോട് ചോദിക്കും കല്യാണം കഴിച്ച് ഞാൻ എപ്പോഴേലും പോവാൻ നേരത്ത് അന്നേരം ഇവനെയും കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നല്ല, അത് ചെയ്തേ പറ്റൂ. ചെയ്യും അല്ലേ? ചെയ്തേ പറ്റൂ. എന്നോട് ആ ഗേള് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗേളിനെ ഞാൻ എടുക്കുള്ളൂ. ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല, അതായത് ഇപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ കല്യാണത്തിൽ. ഇപ്പൊ ബാക്കിയുള്ളവർക്കാണെങ്കിൽ അവരുടെ ഇഷ്ടം മാത്രം നോക്കി, അവർക്കൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അങ്ങ് എടുക്കാം. എനിക്കങ്ങനെയല്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കണം, ഇവരെ രണ്ടുപേരെ നോക്കണം. ഇവരുടെ ഇഷ്ടത്തിന് പ്രകാരം എനിക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുന്നുവെങ്കിൽ സന്തോഷം. ഇക്കാലത്ത് അങ്ങനത്തെ ഒരാളെ കിട്ടുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ കിട്ടുവാണെങ്കിൽ സ്വീകരിക്കും. അപ്പൊ അപ്പോഴും അവൻ അങ്ങനെയാ പറയുന്നത്, നിങ്ങളുടെയും കൂടെ ഇഷ്ടമെന്നാ പറയുന്നത്. അന്നേരം എപ്പോഴും പറയാം അമ്മേനെയും എൻ്റെ അപ്പൂനെയും നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ മോൻ്റെ ഭാവിക്ക് മോൻ അത് ഇതാവൂലേ? അപ്പോൾ എന്നോട് പറയും ഇല്ല അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കും. അമ്മ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, നമ്മൾ ഇത്രയും അതായത് നമ്മളൊരു വീഡിയോ ഇട്ടു, അപ്പോൾ ഇവന്റെ പോസിറ്റിവിറ്റി കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ സഹായിക്കാൻ വരുന്നുണ്ടല്ലോ, അവരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ മുന്നോട്ട് വരിക, ഇങ്ങനെ കണ്ടിട്ട് അവന്റെ എന്ത് നന്നായി സംസാരിക്കുന്നു പറയും. അപ്പോൾ ആ ഒരു സഹായ മനസ്കതയൊക്കെ എങ്ങനെ കാണുന്ന അമ്മ? അയ്യോ ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുക. എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂപ്പുകൈ മാത്രം, നന്ദി മാത്രം, വേറെ വാക്കുകളൊന്നുമില്ല. എനിക്ക് ഇത് ഒരു ആക്സിഡൻ്റായിട്ട് ഇത് പറ്റിയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പേര് അവനെ വിളിക്കാനും സംസാരിക്കാനും. അവന് നന്ദി മാത്രം ഈശ്വരനോട്. ബാക്കി എന്താ പറയണ, എനിക്ക് വാക്കുകളില്ല. മോന് ഷെഫ് ആവണം, പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ആ ഏരിയ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അമ്മക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ അവനെ കുറിച്ച്? അവൻ എന്താകണം, അല്ലെങ്കിൽ അവന് എന്താ ഇഷ്ടമുള്ളത് അവനായിക്കോട്ടെ. കാരണം അവൻ ഒന്നിനോടും ഒരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഈ കുട്ടി, കൊച്ചിലെ തൊട്ടേ അങ്ങനെ. അപ്പോൾ അവൻ എന്താഗ്രഹം ദൈവം അവന് നടത്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ദൈവാനുഗ്രഹം കൂടെ വേണമല്ലോ നമുക്ക്, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ അവന് ആ ഷെഫ്, അവന് കമൻസിലെല്ലാം ഷെഫ് സുരേഷ് പിള്ള എന്നാ എഴുതിയേക്കണേ. അപ്പം അവനൊരു ഷെഫാട്ടെ. അമ്മ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനി കാണണം, എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇനി ഞാൻ ഏറ്റവും ഇതായത് സഹായം ചോദിക്കുന്നവരുടെ അടുത്ത് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താ അവരോട്? ഈ മോൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കൺസേൺഡ്, വേറെ ഒന്നുമില്ല. എൻ്റെ മോൻ്റെയും അപ്പൂൻ്റെയും കാര്യം മാത്രം. അപ്പൂനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം. എൻ്റെ സഞ്ജുവിൻ്റെ, എൻ്റെ ഈ നിഖിലിൻ്റെ, അവനെ വീട്ടിൽ വിളിക്കുന്ന സഞ്ജു എന്നാട്ടോ. അപ്പം സഞ്ജു എന്നാണ് വരുന്നത്. അവൻ്റെ ഒരു എഡ്യൂക്കേഷൻ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ വലിയ ഉപകാരം. എൻ്റെ അപ്പൂൻ്റെ കാര്യത്തിന് ആരെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മോൻ എന്താ എയിം, എന്താ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കരിയർ വൈസ് പറഞ്ഞു, അല്ലാതെ ഒരു സ്വപ്നം എന്താണ്? സ്വപ്നം എന്ന് പറയാനായിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനങ്ങനെ എയിം സെറ്റ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വെച്ചിട്ടില്ല. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്, അല്ലാണ്ട് ഇപ്പോൾ ചേച്ചി ചോദിച്ചതുപോലെ എന്തോ സ്വപ്നം അങ്ങനെ എനിക്കില്ല.
കാര്യം അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചാൽ അവർ പറയും എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എനിക്ക് അതാവണം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഒരു കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കറിയില്ല എന്താണ്. ആകെ ഒരു ഇതെന്ന് പറയാനാണെങ്കിൽ പാട്ട്, അതെന്തേലും കേൾക്കുമോ അതേ ഉള്ളൂ. ഒരു ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ബാക്കിയുള്ളവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അവർ വരയ്ക്കും, അവരത് ചെയ്യും, എല്ലാം ചെയ്യുമെന്ന് പറയും. അവർക്ക് അത് പെർസ്യൂ ചെയ്ത് പോകണം. എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടുമില്ല, ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇപ്പം അമ്മ തന്നെ ചോദിച്ചിട്ടുണ്ട് നിനക്കെന്തോ ഒന്നിനോടും താല്പര്യമില്ലാത്തത് തന്നെയാണ് സത്യം പറഞ്ഞത്. ഇപ്പം പാട്ട് എനിക്കിഷ്ടമാണ്, കുക്കിങ്ങും ഇഷ്ടമാണ്. ഇത് രണ്ടിൽ എന്താണ് പറ്റുന്ന അത് ചെയ്യും. രണ്ടും പറ്റുമെങ്കിൽ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. ചെറിയ ജലദോഷം ഉണ്ട്, അതുകൊണ്ട് പാടാൻ പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കോ? ശ്രമിക്കാം. അതാണ് നമുക്ക് ദൈവത്തിന്റെ പാട്ട് തന്നെ പാടാം. അപ്പൊ ചേട്ടൻ പാടാൻ പോവാണേ. അപ്പൊ ഇവിടെ ഇരിക്കാം, വാ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഇത് നമുക്ക് തരുന്നത് ഒരു വലിയ മെസ്സേജാണ്. എത്രയോ ബുദ്ധിമുട്ടിലാണ്, പക്ഷെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് നമുക്ക് തരുന്നത്, അവൻ തരുന്നത്. എന്തായാലും ഇതെല്ലാവർക്കും ഒരു മാതൃകയാക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിലും വലിയ ദുഃഖത്തിലുള്ളവരുണ്ടാകാം, എങ്കിലും സഹായിച്ചവർക്ക് നന്ദി പറയുകയാണ് ഈ കുടുംബം. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം KS അശ്വതി, News 8. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. എന്തായാലും നിഖിലിന്റെയും